നമ്മളപ്പം റൂംസ് എല്ലാം വെക്കേറ്റ് ചെയ്ത് ഡേ 2-ലേക്കാണ്. സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് പോകുന്നത് റോസ് ഗാർഡൻ. പിന്നെ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ എക്കോസു. സോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. ഡേ 1 3-4 ലോഗ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ താഴെ ടാഗ് ചെയ്തേക്കുന്നതാണ്, എല്ലാവരും പോയി കാണാം. സോ വിൽ സ്റ്റാർട്ട് അവർ ഡേ 2 വ്ലോഗ്. അപ്പോൾ ബയോ. നമ്മളങ്ങനെ റോസ് ഗാർഡൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. റോസ് ഗാർഡൻ എന്താ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് പോകുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. അപ്പോൾ അവിടുത്തെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, എന്തൊക്കെ അലൗ ചെയ്യും, എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആണ്. സോ എൻജോയ്. ഇത് കണ്ടിട്ട് നമുക്ക് ക്യാബേജ് പോലെ തോന്നുന്നില്ലേ? നോക്കി നമ്മളിതാ 7 മൈപ്പിലി വാങ്ങിയിരിക്കുന്നു. നമ്മളങ്ങനെ റോസ് ഗാർഡനിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നല്ലതായിരിക്കും. എനിക്കങ്ങനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇന്നലെ പോയ സെയിം ബൊട്ടാനിക്കൽ ആ ഒരു സെയിം വൈബായിരുന്നു ഇവിടെ. ബട്ട് ഓക്കെ, നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അല്ലാതെ എന്താ കുറേ ഫ്ലവേഴ്സ്, റോസ്, അത് ഇത് പിന്നെ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കണ്ട്. ബട്ട് എനിക്ക് ഇതിനോടൊന്നും വലിയ ക്രേസ് ഇല്ലാത്തതുകൊണ്ട് ഐ എം നോട്ട് ദാറ്റ് മച്ച് ഇൻട്രസ്റ്റഡ്. സോ നെക്സ്റ്റ് നമ്മൾ ഇടുക്കി ഡാമിലേക്കാണ് പോകുന്നത്. ഇത് നമ്മൾ മൂന്നാറിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് പോകുന്ന റൂട്ടിൽ കണ്ടാണ് ഹോട്ട് ബലൂൺ. ഇവർ ജസ്റ്റ് 2-3 പേരെ കയറ്റും, ജസ്റ്റ് പൊക്കാതാക്കുക, അത്രേ ഉള്ളൂ. ബട്ട് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഇതെല്ലാം ഏല വലിക്കണ്ടോ, ഉള്ള ഏല. ഏലക്കയുടെ റേറ്റ് എങ്ങനെയാ? 100 ഗ്രാം 500 രൂപ. 100 ഗ്രാം നമ്മളിങ്ങനെ അതിന്റെ 8 mm ഉണ്ട്, 4 mm ഉണ്ട്. 4, 6, 8 mm-ന്റെ 8 mm-ന്റെ 100 ഗ്രാം ചോദിച്ചപ്പോ തന്നെ 500 രൂപ. ഇതിന്റെ ഒരു തൈ കണ്ടെങ്ങാണ്ട് ഇച്ചിരി കണ്ട് എങ്ങനെയാ കിട്ടാ? 3 മാസം കൂടുമ്പോ മറ്റാണ് വിളവെടുക്കുന്നത്. കണ്ടോ? എല്ലാ വീട്ടിലും ഉണ്ട്. നോക്ക്, ഇപ്പൊ എല്ലാ വീട്ടിലും കുറച്ചൊക്കെ അവർ നട്ടിട്ടുണ്ട്. അവരുടെ ആവശ്യത്തിനും അത്യാവശ്യം കൊടുക്കാനും ഒക്കെ ഉള്ളത്. ഭയങ്കര ലാഭമല്ലേ? ലാഭം നഷ്ടം എല്ലാത്തിനകത്തും. പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൈസ് ആണ് തോന്നുന്നത്. കാരണം ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പുറത്തോട്ട്. അതിന്റെ സൈസ് വേരിയേഷൻ വെച്ചിട്ട് അതിന്റെ റേറ്റ് വ്യത്യാസമുണ്ട്. നമുക്കൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റി ഒക്കെ. ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെ എക്സ്പോർട്ട് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഫസ്റ്റ് ക്വാളിറ്റിക്ക് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഭയങ്കര റേറ്റ്. അതിനകത്ത് തന്നെ ഡിഫറെന്റ് വേരിയൻസ് കാണുമല്ലോ. എന്തായാലും കൊള്ളാം. നമ്മുടെ അവിടെ നിന്ന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് കാ പിടിക്കുമെന്ന് തോന്നുന്നില്ല. തണുപ്പ്, നല്ല തണുപ്പാണ് അല്ലേ? നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്ക് തോന്നുന്നു ഒരു 23-21 ഡിഗ്രിയും പിന്നെ ഈ മണ്ണിന്റെ ഒരു ഇതും ഇവിടെ കറക്റ്റ് ആയ ആംബിയന്റ് ക്ലൈമറ്റ് ആണ്. കാരണം ഇത് ചുമ്മാ കാട് പിടിച്ചു കിടക്കുന്ന അയ്യത്തിനകത്ത് വരെ ഏലം തഴച്ചു വളർന്നു നിൽക്കുന്ന അവസ്ഥ നമ്മള് കാണുന്നത്. അപ്പം ഇവിടുത്തെ കൊക്കോ നിൽക്കുന്നു. കൊക്കയൊക്കെ നമ്മുടെ അവിടെ ഉണ്ട്, പക്ഷെ എല്ലാം ഉണ്ട്. കാപ്പി, ഇത് തെങ്ങ്, സ്പൈസസ് ഒത്തിരി ഉണ്ട്. കാർഡമന്. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്തെടുക്കാം. അതാണ് മെയിൻ ഇത്. പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ കണ്ടിറങ്ങിയതാണ്. അതായത് ഏതാ കല്ലാർകുട്ടി ഡാം. എന്താ നേര്യമംഗലം ഡൈവേർഷൻ ഡാം മേലോട്ട് നോക്ക് എഴുതിയേക്കുന്നത്. മുമ്പേ അപ്പൊ നമ്മൾ കണ്ട് എന്തായിരുന്നു? കല്ലാർകുട്ടി ഡാം എന്ന് അവിടെ എഴുതി വെച്ചിരുന്നത്. നേര്യമംഗലം ഡിവിഷൻ ഡാം ഫുൾ റിസർവോയർ ഇതിന്റെ അളവ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു FLR എങ്ങാണ്ട് 254 മീറ്റർ എങ്ങാണ്ടാന്ന് തോന്നുന്നു. എന്താ ഇതൊക്കെ എന്തുവാ? ഇത് തുറക്കാനുള്ള മെഷീനറീസ് വല്ലതായിരിക്കും. എവിടുന്ന് വെള്ളം പോകുന്നുണ്ട്. ചെറുതായിട്ട് തുറന്നിട്ടുണ്ട്. വറ്റി വരണ്ടെടുക്കാം. തുറന്നിട്ട് വീണ്ടും മാറത്തില്ലായിരുന്നു. കൊള്ളാല്ലേ? നേര്യമംഗലം ഡൈവേർഷൻ ഡാം ആണ്. പക്ഷെ ഇതിന്റെ എൻട്രിയിൽ എഴുതിയേക്കുന്നത് കല്ലാർകുട്ടി ഡാം. എനിക്ക് തോന്നുന്നു ഇത് റോഡിന്റെ പേരായിരിക്കണം. കല്ലാർകുട്ടി ഡാം. സൂപ്പർ. ഞങ്ങൾ അങ്ങനെ ഇടുക്കി ഡാമിലേക്ക് എത്തി വരുന്നു. അവിടെ ഗേറ്റ് ക്ലോസാ. ഏതുവഴി വിടുന്ന പറഞ്ഞേ? ഇനി ഇവിടുന്ന് തൊടുപുഴയെങ്ങാണ്ട് പോകണം. ഇതിപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇതാ നമ്മളെ ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാ. പക്ഷേ ഇതല്ലായിരുന്നു എൻട്രി പോയിന്റ്. ഇനി തൊടുപുഴ വഴി എവിടെയോ പോകണം നമ്മളിത് ഡാമിൻ്റെ. പക്ഷേ ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ചെറുതോണിന്ന് മേലോട്ട് തൊടുപുഴ പോകുന്ന റൂട്ടില് കുറച്ചങ്ങ് പോയി അവിടെ കൊലുമ്പൻ സ്മാരകം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കൊലുമ്പൻ സ്മാരകം. അവിടെ ചെന്നിട്ട് അതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ടിക്കറ്റ് കൊണ്ട് വരും. അത് ഇവിടെ തന്നെ വരണേ അതോ? ഇവിടെ ഇതിന് നേരെ ചെറുതോണി ഡാം ഡെസ്റ്റിനേഷൻ വെച്ച് പോയാൽ മതി. ചെറുതോണി ഡാമിലാണ് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നത്. ചെറുതോണി ഡാമിൽ അവിടെ ചെന്നിട്ട് ചെറുതോണി ഡാമിൽ എൻട്രൻസ് ടിക്കറ്റ് എടുത്തിട്ട് കയറി ബഗ്ഗി കയറി അത് നടന്നു നമുക്ക് ഇങ്ങനെ വരെ വന്ന് കാണാൻ പറ്റും. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് അതില്ല, അതിന് പകുതി വരെ നടക്കാൻ പറ്റും. എവിടെ നിന്ന് വരുന്നത്? ഞങ്ങളിപ്പോ മൂന്നാറിന്ന് കറങ്ങി വരുമോ? അങ്ങനെ ഞങ്ങള് ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നു. ഇത് ഡാം ഫിഷ് അല്ലേ? രൂപോ കട്ടിലോ എല്ലാം. പിന്നെ നല്ല കപ്പ. ഗൈസ്, ഞങ്ങൾ ഫൈനലി ഇടുക്കി ഡാം എത്തി. സോ നമ്മളിവിടെ എവിടെയെങ്കിലും കാറ് പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി ടിക്കറ്റ് എടുക്കണം. ഇത് ഒരു ക്ലോക്ക് റൂമാണ്. കേട്ടത് വെച്ചിട്ട് നമുക്ക് ഒന്നും ഫോണൊന്നും അലൗഡ് അല്ല. പിന്നെ ഓൺലൈനിലേക്ക് ബുക്ക് ചെയ്തിട്ട് എന്ത് വെരിഫിക്കേഷൻ വേണ്ടിയാണ് നമ്മൾ ഈ ലോങ് ക്യൂ കാണുന്നത്. കറക്റ്റ് അറിയില്ല, നമ്മളിവിടെ നിന്ന് ചോദിച്ചറിയുന്നുള്ളൂ. നോക്കാം. അപ്പോൾ എന്താ നമ്മൾ ഇടുക്കി ഡാം കണ്ടിട്ട് വന്നതാണ്.
അപ്പം ടിക്കറ്റ് വന്നിട്ട് ഇപ്പം നമ്മൾ ബഗ്ഗി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പെർ ഹെഡ് 50 ആണ്. സോ നമ്മൾ ബഗ്ഗി എടുക്കുകയാണെങ്കിൽ 150 ആണ് ചാർജ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പം ടോട്ടൽ 5 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ 2.5 അങ്ങോട്ടും 2.5 അപ്പ് ആൻഡ് ഡൗൺ 2.5 വെച്ചിട്ടാണ്. സോ നമ്മൾ ബഗ്ഗി എടുത്തില്ല, കാരണം ബഗ്ഗി പോവാണെങ്കിൽ എന്താ അവരതേപോലെ വിട്ടു പോകത്തുള്ളൂ. നമുക്ക് അങ്ങനെ എല്ലാം ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ നിന്ന് ഓരോരോ പോയിന്റ് ഇതാകുമ്പോൾ നമുക്ക് ഓരോരോ പോയിന്റ് കണ്ട് പോകാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെന്താ, നല്ല നടപ്പുണ്ട്, നല്ല ടയേർഡാണ്, നല്ലതായിട്ട് ക്ഷീണിച്ച്. ഈവനിങ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഉച്ചക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിൽ കൊണ്ട് കറുത്തും. പിന്നെ 4 മണി 3:30 വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. 3:30 വരെ ലാസ്റ്റ് ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ അലൗ ചെയ്യില്ല, എല്ലാം ക്ലോസ് ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്യണം, ഓഫ്ലൈൻ ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഓൾറെഡി QR കൊടുത്തിട്ടുണ്ട്. സ്കാൻ ചെയ്യുക, ബുക്ക് ചെയ്യുക, ആധാർ വെരിഫൈ ചെയ്യുക. സ്കാൻ ചെയ്യാം. ഓൺലൈൻ നമുക്ക് ബുക്ക് ചെയ്യുന്നതിന് ടൈം ഒന്നും എടുക്കില്ല. നമ്മൾ ഫോൺ എടുത്ത് അവിടെ അവര് തന്നെ വൈഫൈ എല്ലാം പ്രൊവൈഡ് ചെയ്യും. ബിക്കോസ് ഇവിടെ റേഞ്ച് ഇല്ല, ഒരു നെറ്റ്വർക്കിന് ഇവിടെ റേഞ്ച് വന്നിട്ടില്ല. അപ്പം വൈഫൈ വെച്ചിട്ട് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുക. പിന്നെ വെരിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ആ വലിയൊരു ക്യൂ കണ്ടില്ലേ, ഒരു വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ ആധാർ കാർഡ് വെരിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യൂ ആയിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ എൻട്രി ചെയ്യിപ്പിക്കും. ഇപ്പം അവിടെ ഒരു ക്ലോക്ക് റൂം അല്ലേ, നമുക്ക് ആകെ നമ്മുടെ കൈ വെക്കാൻ പറ്റുന്ന കാറിന്റെ കീയും പിന്നെ വാട്ടർ ബോട്ടിലും മാത്രം ആ പേഴ്സും. പിന്നെ എന്തൊക്കെയോ നമ്മുടെ സ്മാർട്ട് വാച്ചോ ഫോണോ എന്തൊക്കെയുണ്ടോ അവരൊന്നും അത് അലൗ ചെയ്യൂല. എല്ലാം അവിടെ ആ റൂമിൽ കൊണ്ട് വെക്കാം. പിന്നെന്താ പറയാനുള്ള അത്രേ ഉള്ളൂ ഗൈസ്. എന്തെല്ലാം ഉണ്ടെങ്കിൽ അപ്പോൾ ഇടുക്കി ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വ്യൂ ആണ്. ഈ 2 മലകളൊക്കെ കണക്ട് ചെയ്തിട്ട് എന്താ പറയുക, എല്ലാവരും ഒന്ന് പോയി കാണാം. അത്രയ്ക്ക് രസമാണ് കാണാൻ. ഞാൻ വീഡിയോസൊക്കെ കുറേ എടുക്കണമെന്ന് വെച്ചിട്ട്, പക്ഷെ ഒന്നും അവർ അലൗ ചെയ്തില്ല. ബട്ട് വ്യൂ നല്ല രസമായിരുന്നു. We almost reached our home. So we'll see you guys on the next vlog. അപ്പം ഗൈസ് നമ്മൾ അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. Until then, bye from me. You. Okay, bye. Happy New Year. Happy New Year. Okay, bye. Okay, bye. Bye. Bye.